സൈജു കുറുപ്പ് ഇന്ന് നമ്മൾ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പം എന്താണ് ഒരു 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 ഫസ്റ്റ് ഈ കപ്പ് രോഹിത് ശർമ്മ ഇങ്ങനെ എടുത്തുയർത്തി നിൽക്കുന്നത് കാണാനൊരു കൊതിയില്ലേ നമുക്ക്? പിന്നെ തീർച്ചയായും രോഹിത് ശർമ്മ ഉറപ്പായിട്ടും ഉയർത്തിയിരിക്കും കപ്പ്, അത് സംശയമില്ലാതെ. ഓക്കെ, നമ്മൾ ഇന്നത്തെ മത്സരത്തിൽ നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം സഞ്ജുവിന് ഇടമുണ്ടാകുമോ എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് സൈജു കുറുപ്പ് അതിനെ കാണുന്നത്? അദ്ദേഹം നേരത്തെ തന്നെ ടീമിൽ എത്തേണ്ടിയിരുന്നു എന്നൊരു ആഗ്രഹം തോന്നുന്നില്ലേ? പിന്നെ ഞാൻ ഡെഫിനറ്റ്ലി സെമി ഫൈനലിൽ അദ്ദേഹത്തിനെ പ്രതീക്ഷിച്ചിരുന്നു അദ്ദേഹം ടീമിൽ ഉണ്ടാകുമെന്ന്. ഈ പറഞ്ഞാൽ ഇപ്പം ശിവം ദുബെ എന്ന് പറഞ്ഞ ഒരു ഉഗ്രൻ ഓൾറൗണ്ടർ ആണ്, പക്ഷെ അദ്ദേഹം ഇപ്പൊ ഔട്ട് ഓഫ് ഫോം ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഡെഫിനറ്റ്ലി സെമി ഫൈനലില് സഞ്ജു സാംസണോ അല്ലെങ്കിൽ യശസ്വി ജയ്സ്വാളിനെ കളിപ്പിക്കേണ്ടായിരുന്നു എന്നുള്ളതാണ് എന്റെ പക്ഷം. പിന്നെ ഇപ്പം രംഗനാഥൻ സാർ പറഞ്ഞ പോലെ ഒരിക്കലും ഒരു ക്യാപ്റ്റനോ അല്ലെങ്കിൽ മാനേജ്മെന്റോ ഈ പറഞ്ഞ പോലെ ഒരു ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോമ്പിനേഷൻ പ്ലേയേഴ്സിനെ അവര് ഷഫിൾ ചെയ്യാൻ നോക്കൂല. പക്ഷെ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം, മലയാളികളുടെ എല്ലാവരുടെയും ആഗ്രഹം പോലെ തന്നെ എനിക്കും സഞ്ജു വരണം. സഞ്ജു ഇൻഫാക്ട് രോഹിത് ശർമ്മയായിട്ട് ഓപ്പണിംഗ് ചെയ്തിട്ട് ഫസ്റ്റ് റൗണ്ടിൽ വിരാട് കോഹ്ലി വന്നാൽ നന്നായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. വിരാട് കോഹ്ലി ഇന്ന് എന്തായാലും നല്ലപോലെ കളിച്ചിരിക്കും, അത് സംശയമില്ലാത്ത കാര്യമാണ്. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും അവരുടെ രണ്ടുപേരുടെയും ഹാഫ് സെഞ്ചുറീസ് ഇന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കഥാപാത്രത്തെ ഈ സമയത്ത് ഓർക്കേണ്ടതുണ്ട്, കാരണം അതാണ് യഥാർത്ഥത്തിൽ മലയാളിയുടെ ക്രിക്കറ്റ് ആവേശം നമുക്ക് കാണിച്ചു തന്ന ഒരു സിനിമ കൂടിയാണല്ലോ. സ്വാഭാവികമായും ഒരു ക്രിക്കറ്റ് ആരാധകൻ എന്നുള്ള രീതിയിൽ താങ്കൾക്ക് ഇപ്പോഴും പ്രിയം 83-ലെ കപിൽ ദേവ് കപ്പ് ഉയർത്തി നിൽക്കുന്നതാണോ, ധോണി 2007-ലും 2011-ലും കപ്പ് ഉയർത്തി നിൽക്കുന്നതാണോ, അതല്ല ഇനി വരാൻ പോകുന്നതാണോ? 83-ൽ എനിക്ക് 4 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് വീട്ടിൽ TV ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ എനിക്ക് തോന്നുന്നത് ആ സമയത്ത് എന്തോ നമ്മുടെ BBC-യുടെയോ എന്തോ സ്ട്രൈക്ക് നടക്കുമായിരുന്നു. അപ്പൊ അത് കാരണം അത് ലൈവ് ടെലികാസ്റ്റ് ഉണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് അന്ന് ആർക്കും ഇന്ത്യയിൽ കാണാൻ പറ്റിയിട്ടില്ല. അതുപോലെ എനിക്കും, ഞാനന്ന് വളരെ കൊച്ചായിരുന്നു, ക്രിക്കറ്റ് ഒന്നും മനസ്സിലാകുന്ന ഒരു പ്രായമായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് 2007-ല് 2011-ലെ വേൾഡ് കപ്പ് തന്നെയാണ് പ്രിയപ്പെട്ടത്. ഓക്കെ, എന്തായാലും ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ സൗത്ത് ആഫ്രിക്ക നമുക്കറിയാം, ഒരു കാലത്ത് അവർ ഹാൻസി ക്രാന്യ, ഷോൺ പൊള്ളോക്ക്, ലാൻസ് ക്ലൂസ്നർ ഉൾപ്പെടെയുള്ള പ്രതിഭാധനരായ കളിക്കാരുണ്ടായിരുന്ന സമയത്ത് പോലും അവർക്ക് കപ്പടിക്കാൻ സാധിച്ചിരുന്നില്ല. പക്ഷെ പിന്നീട് വന്നപ്പോൾ എയ്ഡൻ മാർക്കറത്തിൻ്റെയും ഹെൻറിച്ച് ക്ലാസിൻ്റെയും ഒക്കെ ക്വിൻ്റൻ ഡീകോക്കിൻ്റെയും ഒക്കെ കരുത്തിൽ അവർ ഇപ്പോൾ ഫൈനലിലെത്തിയിരിക്കുക. അപ്പോൾ ചെറിയ ടീമല്ല ദക്ഷിണാഫ്രിക്ക. അപ്പോൾ അവരെ നമ്മൾ എങ്ങനെ കാണണം? അവർക്ക് വലിയ ആരാധക വൃന്ദമുണ്ട് ഇന്ത്യയിലും. അല്ല, ഡെഫിനറ്റ്ലി ഒരു ഭയങ്കര ഒരു നല്ല ടീമാണ് സൗത്ത് ആഫ്രിക്ക. അവര് വീണ്ടും ഇന്റർനാഷണൽ ക്രിക്കറ്റിലേക്ക് എനിക്ക് തോന്നുന്നു ഏർലി 90s-ലാണ് അവർ വന്നത്. ആദ്യം ഇന്ത്യയുടെ ടൂർ ആയിരുന്നു അവർ ചെയ്തെന്ന ഓർമ്മ. കെപ്ലർ വെസൽസ് ലെഫ്റ്റനന്റ് ബാറ്റ്സ്മാൻ ഒക്കെ ആയിരുന്നു ആ സമയത്ത് ഓപ്പൺ ചെയ്തുകൊണ്ടിരുന്ന. ആൻഡ്രൂ ഹഡ്സൺ അവരൊക്കെ ആയിരുന്നു. അന്നേ ഒരു വലിയ ടീമാണ്. പിന്നെ സൗത്ത് ആഫ്രിക്കയ്ക്ക് എവിടെയോ ലക്കും കുറച്ച് ഫേവർ ചെയ്തിട്ടില്ല. കാരണം അവരുടെ ആരുമായിട്ടായിരുന്നു മാച്ച് എന്ന് എനിക്ക് ഓർമ്മയില്ല. ഐ തിങ്ക് ക്വാർട്ടർ ഫൈനൽസിലായിരുന്നു. ലാൻസ് ക്ലൂസർ കളിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് മഴ പെയ്തു. അന്നത്തെ ഡക്വർത്ത് ലൂയിസ് ഈ റൂൾസ് പ്രകാരം പെട്ടെന്ന് ഇവർക്ക് ഒരു ബോളിൽ 22 റണ്ണം കണ്ട് എടുക്കേണ്ടി വന്നു.